ഹായ് ഓൾ, എല്ലാവർക്കും മിനാഷ് പ്ലസ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട 5 മിസ്റ്റേക്സിനെ കുറിച്ചാണ്. ഈ 5 മിസ്റ്റേക്സ് പലപ്പോഴും വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ്, ഒരു കാര്യം ചെയ്യാമോ? സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വരാമോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഏതൊക്കെയാണ് ഈ 5 മിസ്റ്റേക്ക് എന്നുള്ളതാണ്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സെറ്റിംഗ് ഗോൾ വിത്തൗട്ട് എ ക്ലാരിറ്റി എന്നുള്ളതാണ്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, നമ്മളൊരു ലക്ഷ്യം മനസ്സിൽ വയ്ക്കുമ്പോഴത്തേക്ക് ആ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായൊരു ക്ലാരിറ്റി ഇല്ലായ്മ, അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടൊരു അറിവില്ലാത്തത്. സപ്പോസ് നമുക്കൊരു ജോലി വേണമെന്നുള്ളതാണെന്ന് വെച്ചു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും നമ്മുടെ ഡ്രീം ജോബ് എന്താണെന്നും ഉള്ളൊരു ക്ലിയർ കട്ട് ക്ലാരിറ്റി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് ഈ ജോലി സാധ്യതയുള്ളതെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ്, അതെന്ത് കാര്യമാണെങ്കിലും എന്ത് ലക്ഷ്യമാണെങ്കിലും, അതിപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും, എന്ത് ബിസിനസ്സാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്, അതിന് എവിടെയാണ് തുടങ്ങാൻ പോകുന്നത്, അതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് വേണ്ടത്, ആ പ്രോഡക്റ്റിന് അവിടെ മാർക്കറ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ, ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാരിറ്റി നമുക്ക് വേണം. എന്നിട്ട് വേണം ആ ഗോൾ സെറ്റ് ചെയ്യാനായിട്ടും മുന്നോട്ട് പോകാനായിട്ടും. ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് അൺറിയലിസ്റ്റിക് ഗോൾ എന്നുള്ളതാണ്. റിയലിസ്റ്റിക് അല്ലാത്ത ഗോൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ജോലി വേണമെന്നുള്ളതാണല്ലോ നമ്മുടെ ഗോൾ. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷന് വളരെ മുകളിൽ നിൽക്കുന്നൊരു ജോലി വേണം എന്ന് പറഞ്ഞാൽ അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമല്ല, അല്ലേ? അപ്പോൾ നടക്കാൻ സാധ്യതയുള്ളതും നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ എഫേർട്ട് ഇട്ടാൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം നമ്മൾ ഗോള് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഗോള് സെറ്റ് ചെയ്യുമ്പം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗോള് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നതാണ്. നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കിതിനെക്കുറിച്ചൊക്കെ അറിയാം, എന്നിങ്ങനെയാണത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് അത് റിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ്, നമ്മളെക്കൊണ്ട് സാധിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിന് വേണ്ട ഒരു ആക്ഷനൊന്നും എടുക്കുന്നില്ല. ഈ സെയിം എക്സാമ്പിൾ തന്നെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഇതേ ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ഷൻ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ നല്ല ഒരു CV ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? CV ഡ്രോപ്പ് ചെയ്യണം. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ളത് അവിടെയൊക്കെ നിങ്ങൾ CV ഡ്രോപ്പ് ചെയ്യണം. അതിനുശേഷം ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ വളരെ സജീവമായിട്ട് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, നല്ല ജോബ് സൈറ്റുകളൊക്കെ. അങ്ങനെ ചെയ്യണം. പിന്നെ അടുത്ത ഏജൻസികളുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. പിന്നെ ഇതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെയായിരിക്കും അവർ ചോദിക്കാൻ സാധ്യതയുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. അറ്റ്ലീസ്റ്റ് നമുക്ക് നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ മുന്നിലിരിക്കാൻ സാധിക്കണം. ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം മറുപടി പറയുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മറുപടി പറയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ ഇല്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്ന് വ്യക്തമായിട്ട് പറയാം, ഒരു കുഴപ്പമില്ല. ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാവും. എല്ലാ ആൻസറും പറയുന്നവരെ മാത്രമേ എടുക്കൂ എന്നൊന്നുമില്ല എല്ലാ ജോലിയിലും. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തിരിക്കണം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രസ്, നമ്മളിപ്പോൾ ഒരു ടാർഗറ്റ് ഇട്ടു അല്ലെങ്കിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ പ്രോഗ്രസ് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ചോ, നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ ചെയ്തു, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, എന്ത് ചെയ്തു, ഇതെല്ലാം CV എല്ലാം ഡ്രോപ്പ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച്, എന്നിട്ട് ജസ്റ്റ് നമ്മൾ വീട്ടിലിരിക്കുകയാണ്, എന്താ ചെയ്യുക? ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവർ വിളിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെന്ത് പ്രോഗ്രസ് അതിലുണ്ടായെന്ന് നമ്മൾ
അതിൻ്റെ പുറകെ പോകത്തില്ല. കാരണം ഒരു 5-6 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്ത ജോബിന് റിപ്ലൈ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ജോബുകൾക്ക് വേണ്ടി നമ്മൾ റിപ്ലൈ ചെയ്യണം, വീണ്ടും അതിൻ്റെ പുറകെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കണം. എന്ത് പ്രോഗ്രസ് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഈഗറായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് മറ്റൊരു മിസ്റ്റേക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രോഗ്രസ് വിലയിരുത്താതിരിക്കുകയും പ്രോഗ്രസ്സിനനുസരിച്ച് അല്ലെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് എടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇടാതിരിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ പരാജയത്തിന് കാരണം. അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗിവിങ് അവർ ഗോൾ ഈസിലി. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് നമ്മൾ ജോലിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആരും ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല, ഇനി എനിക്ക് ജോലിയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം അങ്ങ് വിടും പെട്ടെന്ന് തന്നെ. അതിൻ്റെ പുറകെ ഒരു കാരണവശാലും പോകത്തില്ല. അതാണ് ഇത്രയും സ്റ്റെപ്പ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു വന്നിട്ട് അവസാനം നമ്മൾ ഇത് ഉപേക്ഷിച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിജയത്തോട് അടുക്കുമ്പോഴായിരിക്കും നമ്മളിത് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് അവസാനം അത് ഈസി ആയിട്ട് ഗിവപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു തെറ്റാണ്. അത് നമ്മളെ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ പോലും അത് ബാധിക്കും. 1-2 കാര്യങ്ങൾ 1-2-3 ലക്ഷ്യം നമ്മളിങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഗിവപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. ഞാൻ ചെയ്യുന്ന ഒന്നും ശരിയാവുന്നില്ല, എനിക്ക് ചുറ്റും ഒന്നും ശരിയല്ല, എൻ്റെ സമയമേ മോശമാണ്, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ലൈഫേ ഒന്നിനും കൊള്ളില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്ത് പ്രോപ്പറായ സ്റ്റെപ്പിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വളരെ ഈസി ആയിട്ട് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ മിസ്റ്റേക്സ് കളൊക്കെ ആവർത്തിക്കാതെ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക. ദൈവം നിങ്ങൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അത് സാധിക്കാനായിട്ട് ഉള്ള എല്ലാ വേസും തുറന്നു തരട്ടെ എന്ന് ആശംസിക്കുന്നു. All the best. Thank you.